Welcome to Triple Profit Analytics Weekly Stock Market View dated 10th January. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 12th January മുതൽ 16th January വരെയുള്ള വീക്കാണ്. നമ്മൾക്ക് കഴിഞ്ഞ ആഴ്ചയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരും ദിവസങ്ങളിൽ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അപ് ടു 500% വരെയുള്ള താരിഫ് ചാർജ് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഭീഷണി ഒക്കെ വന്നതിന് ശേഷം നമ്മുടെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് മൂഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടും ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം കഴിഞ്ഞ ഈ ഫ്രൈഡേയിൽ നമ്മുടെ മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് യുഎസിലെ കോഡ്സ് ഈ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്ന ഈ താരിഫിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോസ് ചെയ്യുന്ന ഒരു സിസ്റ്റം അതൊരു ലീഗലാണോ അല്ലേ എന്നുള്ളത് അതിനെക്കുറിച്ചൊരു തീരുമാനം കോർട്ട് തീരുമാനിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ വൈകിട്ട് കോർട്ട് ആ ഡിസിഷൻ ഡിലേ ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ 2-3 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഒരുപക്ഷെ അതിനെക്കുറിച്ചൊരു തീരുമാനം വരും എന്ന് ആണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഫ്രൈഡേ ഈവനിങ്ങിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റിന് അതിൻ്റെ ഈ ഒരു ടെൻഷൻ മൂലമൊക്കെ ഉള്ള ഒരു കറക്ഷനോട് കൂടി 645 പോയിൻറ്റ്സ് താഴ്ന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,683 അതുപോലെ സെൻസെക്സ് ആണെങ്കിൽ 2,185 പോയിൻറ്റിൻ്റെ ഒരു കറക്ഷനോട് കൂടി 83,576 വന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 59,748 1,617 പോയിൻറ്റ്സിൻ്റെ ഒരു കറക്ഷനാണ് മിഡ് ക്യാപ് ഇൻഡെക്സിൽ നമ്മൾ കണ്ടത്. അതുപോലെ സ്മോൾ ക്യാപ് ഇൻഡെക്സിലാണെങ്കിൽ 17,282 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 549 പോയിൻറ്റ്സിൻ്റെ ഒരു കറക്ഷനോട് കൂടിയാണ് സ്മോൾ ക്യാപ് ഇൻഡെക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ജെഫ്രി സാച്ച് എന്നുള്ള ഒരു ഗ്ലോബലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഇക്കണോമിസ്റ്റ് അദ്ദേഹം അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്താണ് ഇപ്പോൾ ഈ യുഎസും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന ഇപ്പോൾ ഈ താരിഫിൻ്റേതാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു ശത്രുവായി കണ്ടുകൊണ്ട് യുഎസിൽ നിന്ന് എസ്പെഷ്യലി അവിടുത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ വരുന്ന ഇതുപോലെയുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കമൻസിൻ്റെ ഒരു കാരണം എന്താണ് എന്നുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്രയും നാളും യുഎസിൻ്റെ ഒരു അല്ലെങ്കിൽ യുഎസിനോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ യുഎസിൻ്റെ ഒരു സബോർഡിനേറ്റ് ആയിട്ടുള്ളൊരു രാജ്യമായിട്ട് നിന്നുകൊണ്ട് ഇന്ത്യ ഇനി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പല പ്രാവശ്യം പറയുന്നത് ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഇന്ത്യ ഇപ്പോൾ ഒരു സൂപ്പർ പവറാണ്. ഇന്ത്യ ഇന്ന് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളൊരു കൺട്രിയാണ്. അതുപോലെ ഇന്ത്യ ഏറ്റവും ഫാസ്റ്റസ്റ്റ് GDP ഗ്രോ ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യുഎസിൻ്റെ ഗെയിംസ് യുഎസിലാണെങ്കിലും യുഎസിലെ കുറേയധികം ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഈ കോർട്ട് ട്രംപിൻ്റെ ഇപ്പോഴത്തെ താരിഫിനെ എഗൻസ്റ്റ് ആയിട്ടൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ യുഎസ് തന്നെ തകരുമെന്ന് ട്രംപ് തന്നെ ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ യുഎസ് ഒരു വലിയ തകർച്ചയുടെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു തകർച്ചയിലേക്ക് കുറെ കൂടെ ആക്കം കൂട്ടാവുന്ന കുറേ കാര്യങ്ങളിലേക്ക് ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ പോകുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം US ഡോളറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈ രാജ്യങ്ങളെല്ലാം നിർത്തിയതിന് ശേഷം ഇവരെല്ലാം നമുക്കറിയാം ഈ രാജ്യങ്ങളുടെ എല്ലാം സെൻട്രൽ ബാങ്ക്സ് ഗോൾഡാണ് കൂടുതൽ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് കൂടുതൽ ഡോളറിനെ വീക്കാക്കുന്നുണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അത് തന്നെയല്ല ഈ രാജ്യങ്ങളെല്ലാം ഡോളറിലല്ല ഇപ്പോൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ
ഇതെല്ലാം യു എസിനെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് വരും ദിവസങ്ങളിൽ തള്ളിവിടും എന്നുള്ളതും, അതുപോലെ തന്നെ ബ്രിക്സ് കുറേയധികം സ്ട്രെങ്ത് എടുത്ത് വരുന്നതും, അതുപോലെ തന്നെ നമുക്ക് കാണാം ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ചൈന ഇമ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ വലിയ വലിയ പ്രഷർ യു എസിനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തിൽ യു എസ് പറയുന്നത് അനുസരിക്കാതിരിക്കുക അത് സാധിക്കില്ല. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇങ്ങനെ സ്റ്റേണായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈവൻ ഇന്ത്യ യു എസുമായിട്ടുള്ള ആ ഒരു കോഡ് എന്നുള്ള സഖ്യത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതായത് നമ്മൾ ചൈനയ്ക്ക് എഗൻസ്റ്റാണ് ആ ഒരു കോഡ് എന്നുള്ള ഒരു സഖ്യം തന്നെ നിൽക്കുന്നത് അല്ല. അപ്പോൾ ഇന്ത്യ ഇനി ചൈനയും റഷ്യയും അതുപോലെ മറ്റ് ബ്രസീലും പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മളൊരു ബ്രിക്സിനൊരു പുതിയൊരു കറൻസിയിലേക്കും അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ കറൻസി US$ എന്നുള്ളത് വെറുതെ പ്രിൻ്റ് ചെയ്തുകൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു കറൻസിയാണ് അല്ലേ. അപ്പോൾ അതിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ US-ൻ്റെ ഒരു തകർച്ച, ഒരു ഇന്നോവേറ്റബിൾ ആയിട്ടുള്ളൊരു തകർച്ച വരുന്ന സമയത്ത് നമ്മളെല്ലാം അത് വളരെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും, ഗ്ലോബലി തന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മളതിൽ നിന്ന് മാറിപ്പോകാനുള്ള ബുദ്ധി കാണിക്കണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഒരു ആവശ്യകത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇല്ല, കാരണം ഇന്ത്യ ഒരു സൂപ്പർ പവർ ആണ് എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇന്ത്യയിൽ പലരും പറയുന്നുണ്ടെങ്കിലും നമുക്ക് സ്വയം ഇപ്പോഴും വിശ്വാസം ഇല്ലാത്തൊരു കാര്യമാണല്ലോ ഇന്ത്യ ഒരു സൂപ്പർ പവർ ആണ് എന്നുള്ളൊരു കാര്യം. അത് പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്, നമ്മൾക്ക് കഴിഞ്ഞ ഒരു 40 വർഷം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ, എനിക്കിപ്പോൾ 55 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ നമ്മുടെ സെൻസെക്സ് എന്ന് പറയുന്നത് നമ്മുടെ BSE എന്നുള്ള എക്സ്ചേഞ്ചിൽ സെൻസെക്സ് എന്നുള്ള ആ ഇൻഡെക്സ് കഴിഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 30 സ്റ്റോക്കുകളുടെ ഒരു ആ സ്റ്റോക്കുകളുടെ വാല്യുവേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ഇൻഡെക്സാണ് BSEയുടെ സെൻസെക്സ് എന്നുള്ള ഇൻഡെക്സ് അല്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഈ സെൻസെക്സിൻ്റെ ചാർട്ടാണ്. ഈ സെൻസെക്സിൻ്റെ ചാർട്ട് നമുക്ക് നോക്കൂ, 1986 സെൻസെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ 100-ൽ നിന്നും തുടങ്ങിയ സെൻസെക്സ് ഇപ്പോൾ നമുക്കറിയാം ഒരു 86,000 ലെവലിലേക്ക് മൂവ് ചെയ്തിരിക്കുന്ന ഒരു ചാർട്ടാണ് നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ ഒരു 40 വർഷത്തെ സെൻസെക്സിൻ്റെ ഒരു ജേണിയാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മളത് കാണേണ്ടത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ സെൻസെക്സ് വലിയ രീതിയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തതിന് ശേഷം 2000-ന് ശേഷമൊക്കെയാണ് ഇന്ത്യ കുറേ കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു എക്കണോമി ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് 1988 എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ ഷെയർസ് വാങ്ങിക്കൊണ്ട് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ സെൻസെക്സ് ഓൾമോസ്റ്റ് ഒരു 500 ലെവലിലാണ് അന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഈ സെൻസെക്സ് 80,000 പോയിട്ട് നമുക്ക് അന്ന് 1,000-ഓ 2,000-ഓ വരെ എത്തും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ വളരെ നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് അന്ന് കണ്ടിരുന്നത്. കാരണം ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു കളിയാക്കുന്ന രീതിയിൽ തന്നെയാണല്ലോ നമ്മൾ നോക്കുകയുള്ളൂ. അപ്പോൾ അന്ന് ഒരു 500 ലെവലിൽ സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നത് 1,000 എത്തും എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിലും പിന്നീട് സെൻസെക്സ് അവിടെ എത്തിയപ്പോൾ പലരും സെൻസെക്സും മാർക്കറ്റൊക്കെ ഓവർ വാല്യൂഡ് ആണ് എന്ന് പറയുന്ന കുറേ മെസ്സേജുകളും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായി. പിന്നീട് അവിടെ നിന്നാണ് ഈ 2,000-ഉം അവിടെ നിന്ന് പിന്നെ 5,000, 10,000-ഉം കഴിഞ്ഞ് 50,000-ഉം ഇപ്പോൾ 80,000 മുകളിലൊക്കെ സെൻസെക്സ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഈ സെൻസെക്സിൻ്റെ 40 years നമുക്കറിയാം. ജനുവരി 1, 1986 സെൻസെക്സ് ലോഞ്ച് ചെയ്യുന്നത്. അത് ഈ 2026 ജനുവരി 1 40 വർഷം എത്തുമ്പോൾ മാർക്കറ്റിൽ കുറേയധികം ലെജൻസ് ആയിട്ടുള്ള കുറേയധികം പേര് വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്. അതൊരു കൃത്യമായിട്ടുള്ളൊരു നമ്മുടെ മുമ്പിലുള്ളൊരു പാഠമാണ്. കാരണം
അന്ന് അന്ന് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുപോലെ നല്ല കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുപോലെ ഇങ്ങനെ ഇന്ത്യ ഒരു ഗ്രോത്ത് സ്റ്റോറി ആകുമെന്നൊന്നും നമുക്ക് അന്ന് വിശ്വസിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. പക്ഷേ ചിലർക്ക് അത് വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അത് ഒരിക്കലും അവരുടെ ലക്കല്ല, അത് ആ ഒരു വിഷണറീസാണ് ആ ഒരു പീരീഡിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈവൻ കുറച്ച് കൂടെ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും, അതുപോലെ തന്നെ കുറേ കൂടി പേഷ്യൻസും, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് കുറേ കൺവിക്ഷനോടുകൂടി നമ്മുടെ മാർക്കറ്റിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. പലപ്പോഴും നമുക്ക് കാണാം മാർക്കറ്റിൽ ക്രാഷുകളുണ്ടാവും, കറക്ഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡൗട്ടുകളുണ്ടാവും. പലപ്പോഴും നമുക്ക് പറയാം, ഇപ്പോഴത്തെ കറൻറ്റ് ഒരു സിറ്റുവേഷനിൽ പലരും ഹോൾഡ് ചെയ്യുന്ന സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളും മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നവരൊക്കെ നമുക്കറിയാം കുറേയധികം കൺഫ്യൂസ്ഡ് ആണ് അല്ലേ, എന്താണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ വാങ്ങിയ സ്റ്റോക്ക് താഴേക്ക് മൂവ് ചെയ്യുന്നത്. നല്ലൊരു കമ്പനിയാണ് വാങ്ങിയതെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ക്വാർട്ടറുകളിൽ നല്ല റിസൾട്ട്സാണ് വരുന്നതെന്നുണ്ടെങ്കിലും മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഒരു മോശം ട്രെൻഡ് ആയതുകൊണ്ട് ആ സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്യുമ്പോഴും കൺവിക്ഷനോട് കൂടിയ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കഴിവാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള ബേസ് എന്നുള്ള ഞാൻ പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതുപോലെയുള്ള ഒരു നമുക്ക് അറിയാം, ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉള്ള ഒരു സമയത്ത് ഇത് പറയുന്ന ആളെ പോലും വിശ്വസിക്കാൻ കുറച്ച് പേരും ഉണ്ടാകുള്ളൂ. കാരണം എനിക്കറിയാം, എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മുടെ കോവിഡിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വലിയ കറക്ഷൻ നടക്കുന്ന ഒരു സമയത്ത്. നമുക്കറിയാം എല്ലാ ഗ്ലോബൽ മാർക്കറ്റ്സിലും വലിയ രീതിയിലുള്ള സെൽ ഓഫ് നടക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം നമുക്കറിയാം, ഒരു വാർ ലൈക്ക് ഒരു സിറ്റുവേഷൻ അല്ല, അസറ്റ്സ് ഒന്നും ഡിസ്ട്രോയിഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ടൊരു വാക്സിൻ വരും അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ വരുന്ന ഒരു സമയത്ത് മാർക്കറ്റ് തിരിച്ചു കയറും. ആ സമയത്തെ കുറച്ച് ക്വാർട്ടേഴ്സിൻ്റെ സെയിൽസിലോ അല്ലെങ്കിൽ ബിസിനസ്സിലുണ്ടാകുന്ന ലോസ് മാത്രമേ അതിലുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നല്ല കമ്പനികൾക്കെല്ലാം കുറേയധികം റിസർവ്സും, അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യലി നല്ല പൊസിഷനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അത് വാങ്ങുകയും ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നവർ വരും ദിവസങ്ങളിൽ കോവിഡിൻ്റെ വാക്സിൻ വരുന്ന ഒരു സമയത്ത് നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നു. ആരെങ്കിലും സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നത് താഴെ പോയി കഴിഞ്ഞാൽ അത് സെല്ല് ചെയ്യരുത്, ഹോൾഡ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് ഫോളോ ചെയ്തവരെല്ലാവരും ആ പീരീഡിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ സെൻസെക്സിൻ്റെ 40 years എന്നുള്ള ആ ഒരു പീരീഡ് കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഒന്നും ഇല്ലാത്ത ഒരു സെറ്റപ്പിൽ നിന്നും ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്ലോബലി തന്നെ വളരെ നല്ല വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിലേക്ക് ഡെവലപ്പ് ചെയ്തത് കുറേയധികം പേരുടെ ഹാർഡ് വർക്കാണ്. അധികം കുറേ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ച് അതിൻ്റെ എല്ലാം കറക്ഷൻസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 40 വർഷം ഇതുപോലെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായതിൻ്റെ ബെനിഫിറ്റ് ഇനി വരുന്ന തലമുറയ്ക്ക് കുറേയധികം രീതിയിൽ ലഭിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അവിടെയാണ് പക്ഷെ നമ്മൾ ഇന്ന് ഇപ്പോൾ കോവിഡിന് ശേഷം നിങ്ങൾക്കറിയാം, ഈ ന്യൂ ജനറേഷൻ കുറേ അധികം പേര് സ്റ്റോക്ക് മാർക്കറ്റ് എന്തിനാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പറയുക ഓപ്ഷൻ ട്രേഡിങ്ങിനുള്ളതാണ് എന്നായിരിക്കും അവരുടെ ഉത്തരം. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളതാണ് എന്നുള്ളതും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ടുള്ളതാണെന്നുള്ളതും ആ കമ്പനിയുടെ ക്യാപിറ്റൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ഈ ട്രേഡ് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാക്കാതെയാണ് പലരും ഓപ്ഷൻ ട്രേഡിലേക്ക് പോകുന്നത്. അങ്ങനെ ഓപ്ഷൻ ട്രേഡിലേക്ക് പോവുക, അവരുടെ ക്യാപിറ്റലെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് പലരും സ്റ്റോക്ക് മാർക്കറ്റ് എന്തിനാണെന്ന് പോലും ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമുക്കറിയാം മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റി ഇല്ലാതെ ഒരു കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു പീരീഡാണ്. ഇതൊരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡൗട്ട്ഫുൾ ആയിട്ടുള്ള പീരീഡുകളൊക്കെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇനിയും വരും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾക്ക്
കുറച്ചുകൂടെ ലോങ് ടൈമിലേക്ക് ചിന്തിക്കാൻ സാധിക്കണം. മാർക്കറ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന നല്ല സ്റ്റോക്കുകളെ ഹോൾഡ് ചെയ്യുക. ആ കമ്പനികളുടെ പെർഫോമൻസ് ഈ സ്റ്റോക്കുകളുടെ പ്രൈസിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റോക്കുകളൊക്കെ നമുക്ക് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവിടെ നമുക്ക് പ്രോഫിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ എക്സ്ചേഞ്ചുകളൊക്കെ നമ്മളെ സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ പറയുന്ന ഒരു കാര്യം, 2000 മുമ്പുള്ള പീരീഡിൽ നമുക്ക് സ്റ്റോക്കുകൾ ഡിമാറ്റ് ഫോമിലല്ലാതിരുന്ന സമയത്തൊക്കെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ്, നമ്മളൊരു കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കമ്പനി ഷെയർസിന് വാങ്ങാനായിട്ട് പൈസ ഒരു സബ് ബ്രോക്കറുടെ അടുത്ത് നമ്മൾ ഓഫീസിൽ പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വാങ്ങുന്നത് ഒരു പക്ഷേ ഏത് റേറ്റിലാണെന്ന് പോലും നമുക്കറിയില്ല. അവർ ഈ റേറ്റിന് വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വീക്കിലി സെറ്റിൽമെൻ്റ് ഒക്കെ നടക്കുന്ന ഒരു സമയത്താണ് അവർ ഒരു റേറ്റിന് വാങ്ങിയെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. നമ്മൾ റേറ്റ് നമുക്കറിയില്ല കൃത്യമായിട്ട് എവിടെയാണ് വാങ്ങാൻ നമുക്ക് സാധിക്കാമെന്ന് അറിയില്ല. അതിനുശേഷം വാങ്ങിക്കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിൻ്റെ അതോടൊപ്പം നമ്മളൊരു TD ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ആ കമ്പനിയിലേക്ക് അയക്കുകയാണ് നമ്മുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വിറ്റ ആളുടെ സിഗ്നേച്ചർ മിസ്മാച്ച് ആവുകയാണെങ്കിൽ ആ കമ്പനി തിരിച്ചയക്കും നമുക്ക് ആ സർട്ടിഫിക്കറ്റ്. ഇതെല്ലാം പോസ്റ്റിൽ വഴിയാണ് വരുന്നത്. ചിലപ്പോൾ പോസ്റ്റിൽ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് പലപ്പോഴും മിസ്സാവാറുമുണ്ട്. അതിനുശേഷം ചിലപ്പോൾ 3-4 പ്രാവശ്യം അയച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഈ ഷെയർസ് വരുന്നത്. അതിന് ഒരുപക്ഷെ 5-6 മാസമൊക്കെ എടുക്കാറുണ്ട് ഇതുപോലെ തിരിച്ചയക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അതിനിടയിൽ പ്രൈസ്, ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് പലപ്പോഴും വലിയ രീതിയിൽ മൂവ് ചെയ്യാറുണ്ട്. അതും നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറുന്നത് ഡിമാറ്റ് ഫോമിലേക്ക് വരുന്നതും NSE എന്നുള്ള എക്സ്ചേഞ്ച് വരുന്നതോടുകൂടിയാണ് നമ്മൾ ഇലക്ട്രോണിക് ഫോമിലേക്കുള്ള ട്രേഡിങ്ങിലേക്ക് മാറുന്നത്. അതെല്ലാം ഒരു കഴിഞ്ഞ ഈ 40 വർഷത്തിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇനി ഇവിടെ നിന്നുള്ളൊരടുത്ത 40 വർഷമായിരിക്കും ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിൽ കൂടുതൽ വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ടും വളരെ സെക്യൂർഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് സിറ്റുവേഷനിലൂടെ സാധിക്കുക. അവിടെ നമ്മൾ ഇന്നത്തെ ഇലക്ട്രോണിക് ഫോമിലുള്ള ട്രേഡിങ്ങിലും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ മൊബൈലിലും അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ദോഷവശമാണ് ഈ സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ട്രേഡിംഗ് എന്നുള്ള ഏരിയയിലേക്ക് പോകാൻ പറ്റുന്നുള്ളത്. അവിടെ യങ്സ്റ്റേഴ്സായിട്ടുള്ളവർ, നമ്മുടെ പുതിയതായിട്ട് മാർക്കറ്റിൽ വരുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് ബേസിക് കാര്യം ട്രേഡിംഗ് അല്ല, സ്പെക്കുലേഷനിലേക്കല്ല നമ്മൾ പോകേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്താണ് കഴിഞ്ഞ 40 വർഷം നടന്നത് എന്നുള്ളതും ഇനി അടുത്ത 40 വർഷം എന്താണ് നടക്കാൻ പോകുന്നുള്ളതിനെക്കുറിച്ചും ആണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ മാസത്തിൽ ബോംബെയിൽ പോയപ്പോൾ ഞാൻ അവിടെ എൻ്റെ മകനെ കൊണ്ടുപോയിരുന്നു. മകനുമായിട്ട് ഞാൻ BSE എന്നുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് എൻ്റെ മകൻ കുറച്ച് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. ഞാൻ ആ ചോദ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആൻസേഴ്സ് ഞാൻ കേരളത്തിലെ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങളുടെ അടുത്തെല്ലാം ഷെയർ ചെയ്യുകയാണ്. കാരണം വെച്ചാൽ എനിക്ക് കഴിഞ്ഞ 40 വർഷം സെൻസെക്സ് അല്ലെങ്കിൽ BSEയുടെ ആ 40 വർഷം എന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്റ്റോറി മുഴുവൻ കാണാനുള്ളൊരു ഒരു തലമുറയിലൂടെ കടന്നു പോരാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പോൾ അത് അടുത്തൊരു തലമുറയിലേക്ക് കൂടെ ഇങ്ങനെയാണ് എന്നുള്ളൊരു നോളേജ് ഇല്ലാത്തവർക്ക് അതുകൂടെ ഷെയർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ എത്രയൊക്കെ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞ ഒരു തലമുറ ഈ സ്റ്റോക്കുകൾ വാങ്ങിയതും അവർ ഹോൾഡ് ചെയ്തതും അതിൽ വെൽത്ത് ബിൽഡ് ചെയ്തതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു തലമുറയ്ക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ ഇത്ര എളുപ്പമാണെന്നുണ്ടെങ്കിലും വിൽക്കാൻ എളുപ്പമാണെന്നുള്ളത് ഒരു നെഗറ്റീവ് പോയിൻ്റാണ്. കാരണം ഒരു സ്റ്റോക്ക് വാങ്ങിയാൽ പലപ്പോഴും ഹോൾഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് പ്രോഫിറ്റിൽ 5%, 10% അല്ലെങ്കിൽ 15% ഒക്കെ പ്രോഫിറ്റിലാകുമ്പോഴേക്കും വിൽക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ആ വെൽത്ത് ബിൽഡ് ചെയ്യുന്നതല്ലേ കോമ്പൗണ്ടിങ് എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൻ്റെ ആ ഒരു ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ പലപ്പോഴും ആ പ്രോഫിറ്റ്
കണ്ടുകൊണ്ട് അത് ഹോൾഡ് ചെയ്യാനുള്ളൊരു കഴിവ് കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളന്ന് ബോംബെയിൽ പോയപ്പോഴുള്ള കുറച്ച് പിക്ചേഴ്സാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ BSEയുടെ ഒരു ബേസിക് സ്റ്റോറി നമ്മൾ എടുക്കുകയാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത് ഏഷ്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. 1850s ഇത് തുടങ്ങുന്നത്. ആദ്യമായിട്ട് തുടങ്ങുന്നത് ഒരു 4 ഗുജറാത്തി ബ്രോക്കേഴ്സും ഗുജറാത്തികളായിട്ടുള്ള വ്യക്തികളും അതുപോലെ തന്നെ ഒരു പാർസിയുമായിട്ടുള്ള വ്യക്തിയുടെയാണ് ഇവർ. നമുക്കറിയാം ഒരു ബോംബെയിലുള്ള ടൗൺ ഹാളിൻ്റെ അടുത്തുള്ള ഒരു ബനിയൻ ട്രീയുടെ കീഴിൽ നിന്നുകൊണ്ടാണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റേതായിട്ടുള്ള ആദ്യത്തെ ട്രേഡിങ്ങുകൾ നടക്കുന്നത്. അപ്പോൾ അത് അവിടെ നമുക്കറിയാം പ്രേംചന്ദ് റോയ്ചന്ദ് എന്നുള്ള ഒരു വ്യക്തിയായിരുന്നു അന്നത്തെ കോട്ടൺ കിങ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹമാണ് ഇവരൊന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു നേറ്റീവ് ഷെയർ ഇൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് എന്നുള്ള ഒരു അസോസിയേഷനിലേക്ക് അതിനെ കൊണ്ടുവന്നു. അത് 1875 ഈ പ്രേംചന്ദ് റോയ്ചന്ദ് എന്നുള്ള വ്യക്തിയാണ് നിങ്ങൾ കാണുന്നത്. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ബിൽഡ് ചെയ്ത മില്യനെയർ എന്ന് പറയാവുന്ന വ്യക്തി. ഇദ്ദേഹമാണ് ആദ്യത്തെ ആ പീരീഡിൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സ്ഥാപനമായിട്ട് തന്നെ നമുക്ക് കാണാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമുക്ക് BSEയുടെ അതിനുശേഷം ഈ 1850 തുടങ്ങിയ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഫോർമലായിട്ട് വരുന്നത് 1957 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് പ്രകാരം ഒരു ഫോർമലായിട്ട് ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്യുന്നത് 1957 അതിനുശേഷം ഈ സെൻസെക്സ് എന്നുള്ള നമ്മുടെ ഇൻഡെക്സ് എല്ലാം ലോഞ്ച് ചെയ്യുന്നത് 1986 അത് അവിടെ നിന്നാണ് സെൻസെക്സ് 1986 ലോഞ്ച് ചെയ്തതിന് ശേഷം 2025 നമുക്കറിയാം നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇന്ന് വേൾഡിലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഏറ്റവും കൂടുതലുള്ള ഒരു എക്സ്ചേഞ്ചായി തന്നെ മാറിയത് അല്ല. അപ്പോൾ അത് നമുക്ക് വളരെ ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അത്ര വലിയൊരു ഗ്രോത്താണ് BSE എന്നുള്ള എക്സ്ചേഞ്ചിൽ നമുക്ക് നടന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ സെൻസെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാക്കും അല്ലേ. അപ്പോൾ അത് സെൻസിറ്റിവിറ്റിയും ഇൻഡെക്സും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടൊരു ടേം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സെൻസെക്സ് ഫോം ചെയ്യുന്നത്. അത് നമുക്കൊന്ന് ദീപക് മൊഹാനി എന്ന് പറയുന്ന ഒരു IIT ബേസ് ചെയ്ത് എൻജിനീയറാണ് അദ്ദേഹം. IIM-ലൂടെയും പോസ്റ്റ് ഗ്രാജുവേഷനുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ആണ്. ദീപക് മൊഹാനിയാണ്. ബേസിക്കലി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ തന്നെ ഇൻഡെക്സ് കമ്മിറ്റിയും ഇദ്ദേഹം കൂടെ ചേർന്നുകൊണ്ടാണ് ഈ സെൻസെക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അന്ന് 100 എന്നുള്ള ബേസിൽ നിന്ന് തുടങ്ങിയത്. അന്ന് 100 നിന്നാണ് സെൻസെക്സ് തുടങ്ങിയത്. അന്ന് യൂസ് ചെയ്തിരുന്ന ബേസ് 1978-79 എന്നുള്ള ബേസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സെൻസെക്സ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ആൻഡ് പൂറുമായിട്ട് അവരുമായിട്ട് അഫിലിയേഷൻ എടുത്തുകൊണ്ട് നമ്മൾ ഒരു ഗ്ലോബൽ ക്രെഡിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കറിയുന്ന S&P സെൻസെക്സ് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ദീപക് മൊഹാനിയാണ് ഈ സെൻസെക്സ് എന്നുള്ള ഇൻഡെക്സിൻ്റെ ഫോർമേഷനും അതിൻ്റെ ഒരു ട്രേഡിങ്ങിലേക്കുള്ളൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിലേക്കൊക്കെ നമ്മളെ സഹായിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ നോക്കൂ, നമുക്ക് അന്ന് ഈ സെൻസെക്സ് 30 സ്റ്റോക്കുകളായിട്ട് വന്ന സെൻസെക്സിൽ ഉള്ള 11 കമ്പനികൾ മാത്രമാണ് ഇന്ന് ഈ സെൻസെക്സിലുള്ളത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ദീപക് മൊഹാനി ഈ സെൻസെക്സിൻ്റെ ഒരു ഫോർമേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അദ്ദേഹം IIT-യിൽ നിന്നും ഒരു കെമിക്കൽ എഞ്ചിനീയറായിട്ട് പാസ്സായതിനു ശേഷം IIM കൽക്കട്ടയിൽ നിന്നും കൂടെ പാസ്സായ വ്യക്തിയാണ് അദ്ദേഹം. എന്തായാലും നമുക്ക് ഇന്ന് സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പലർക്കും ഓർമ്മയില്ലാത്തൊരു വ്യക്തിയാണ് ഈ ദീപക് മൊഹാനി എന്നുള്ള ഒരു വ്യക്തി. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ഓർക്കുക. കാരണം നമ്മൾ പല കാര്യങ്ങളും ഇദ്ദേഹം ഇത് ചെയ്യുന്നതിന് ശേഷം വന്ന പലരെയും നമുക്കറിയാം. പ്രത്യേകിച്ചും ഹർഷത് മേത്ത പോലെയുള്ള വ്യക്തികളൊക്കെ നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ടെങ്കിലും
ഇദ്ദേഹം വളരെ സൈലൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ടെക്നിക്കൽ അനാലിസിസ് കുറേയധികം അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ടെക്നിക്കൽ അനാലിസിസ് ബേസ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യരുതെന്ന് പ്രത്യേകം പറയുന്നൊരു വ്യക്തിയാണ്. കാരണം ഫണ്ടമെൻ്റൽസാണ് ഒരു കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതും ടെക്നിക്കൽസ് ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മൾ ആ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റുകൾ പഠിക്കാനും, അതുപോലെ ടെക്നിക്കൽസ് അല്ല ബേസ്. ടെക്നിക്കൽ അനാലിസിസ് ഫണ്ടമെൻ്റലി നല്ല കമ്പനികളിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അത് എന്തായാലും അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് നോക്കൂ, trendwatchindia.com എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതാണ് നമുക്ക് സെൻസെക്സിനെ കുറിച്ചുള്ളതെന്നുണ്ടെങ്കിൽ NSE എന്നുള്ള നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള എക്സ്ചേഞ്ച് വരുന്നത് വരെയും നമുക്കൊരു ഔട്ട്ക്രൈ സിസ്റ്റമാണ് നടന്നിരുന്നത്. അതായത് ബി എസ് സിയിലെല്ലാം നടക്കുന്ന ഒരു ഹാളിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ സ്റ്റോക്കുകൾ വാങ്ങണം, ഈ റിലയൻസ് ആണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ഇത്രയാണ് ബയർ, സെല്ലർ എത്രയാണ് റേറ്റ് എന്ന് പറയുന്ന ഒരു കൗണ്ടറിൽ നമ്മൾ സാധാരണ നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റിൽ കാണുന്ന പോലെ ബയറും സെല്ലറും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നടന്നിരുന്നത് അല്ലേ. അതിനുശേഷം നമുക്ക് നോക്കൂ, നമ്മൾ 1992 NSE ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ 1994 ജൂൺ 30 NSE എന്നുള്ള എക്സ്ചേഞ്ച് ട്രേഡിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും നമുക്കൊരു ഒരു ഫെർവാനി കമ്മിറ്റിയെ ഗവൺമെൻറ് ഫോം ചെയ്തിരുന്നു, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറേ കൂടിയും ട്രാൻസ്പെറൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ നിന്നാണ് നമുക്ക് സെബി 1993 സെബി വരുന്നത്. അപ്പോൾ നോക്കൂ, നമ്മൾ അതിന് ശേഷം 1994 നവംബർ 3 ഇന്ത്യയിലെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം NSE തുടങ്ങുന്നത് 1994. അപ്പോൾ 1994 മുതലാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ഈ ട്രേഡിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈവൻ വീട്ടിലിരുന്നുകൊണ്ടായാലും നമുക്ക് ട്രേഡിങ്ങിലേക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് NSE വരുന്നത്. അതിനു മുമ്പ് BSE എപ്പോഴും ഇതുപോലെ ഫിസിക്കലായിരുന്നു കാര്യങ്ങൾ നടന്നിരുന്നുണ്ടെങ്കിൽ അതിന് ശേഷമാണ് BSEയും പിന്നീട് NSE ഇതിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ 1 ഇയർ തന്നെ ഈ ട്രേഡിങ്ങിൻ്റെ വോള്യൂം എല്ലാം BSEയൊക്കെ കൂടുതൽ NSEയിലേക്ക് വന്നു. അങ്ങനെയാണ് NSE ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചായിട്ട് മാറുന്നതും. അതിൽ നമ്മൾ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഹർഷത് മേത്ത എന്നുള്ളൊരു വ്യക്തി കുറേയധികം ഹ്യൂജ് ലോസ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് അന്ന് ഉണ്ടായിരുന്നവർക്ക് വരുത്തി വെച്ചു എന്നുണ്ടെങ്കിലും അദ്ദേഹം സിസ്റ്റത്തിനുണ്ടായിരുന്ന എല്ലാ ലൂപ്പ് ഹോൾസും തുറന്നു കാണിക്കുന്ന ഒരു വ്യക്തിയായി മാറി. അതാണ് പിന്നീട് ഇന്ത്യയുടെ ഇങ്ങനെയുള്ള സെബി വരുന്നതിനും, അതുപോലെ തന്നെ കുറേയധികം ബാങ്കിങ് സിസ്റ്റത്തിൽ നമുക്കറിയാം അന്നുണ്ടായിരുന്ന ഈ ബാങ്ക് റെസീറ്റ്സ്, അതുപോലെ ഫേക്ക് ബാങ്ക് റെസീറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഹർഷത് മേത്ത അന്നത്തെ സ്കാം നടത്തിയത് തന്നെ. അപ്പോൾ അതെല്ലാം സിസ്റ്റത്തിൽ നിന്ന് കളയുകയും അതിനുശേഷം നമുക്കറിയാം ഡിമാറ്റീരിയലൈസേഷനിലേക്ക് NSDL എന്നുള്ള നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി വരുന്നത് 1996 അതിലേക്കൊക്കെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആ സിസ്റ്റംസിനെ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഹർഷത് മേത്തയുടെ ആ ഒരു സ്കാം വന്നതോടുകൂടിയാണ് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ കാണാനായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു വലിയ സ്റ്റോറി. അതിനുശേഷം നമുക്കറിയാം നിഫ്റ്റി ലോഞ്ച് ആവുന്നത് 1996 ഏപ്രിൽ 22 നിഫ്റ്റി വരുന്നത്. അതുപോലെ തന്നെ 2000 ജൂൺ 12 നിഫ്റ്റിയുടെ ഡെറിവേറ്റീവ്സ് ട്രേഡിങ് നിഫ്റ്റിയിൽ തുടങ്ങുന്നത് 2000 അപ്പോൾ 2000 മുതലാണ് റിയൽ ആയിട്ടുള്ള, അതുവരെ 2000 മുതൽ വരെയും ഒരു ട്രയൽ ആൻഡ് മെത്തേഡിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് പോയതിരുന്നെന്നുണ്ടെങ്കിൽ 2000 മുതലാണ് ഇന്ന് കാണുന്ന ലെവലിലേക്ക് നമ്മുടെ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. എന്തായാലും ഈ ഒരു പീരീഡ് കുറേയധികം നമുക്ക് പല വ്യക്തികളും കുറേയധികം മിസ്റ്റേക്കുകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. കുറേയധികം പേര് പലപ്പോഴും ഓരോ ക്രാഷുകളിൽ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പോകുന്നത് കണ്ടു. പക്ഷേ ഇവിടെ വിജയിക്കുന്നവരെ നമ്മൾ കണ്ടത് മാർക്കറ്റിൽ എന്നും നിലനിൽക്കുന്നവരെയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും കുറേയധികം പേര് കൃത്യമായിട്ട് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് സാധിച്ചതാണ്. ഞാൻ
ഞാൻ ജിയോജിത്ത് എന്നുള്ള ബ്രോക്കിംഗ് ഹൗസിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അത് ആ കമ്പനിയുടെ പ്രൊമോട്ടറായിട്ടുള്ള MD ആയിട്ടുള്ള ജോർജ് സാറ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഇലക്ട്രോണിക് ട്രേഡിംഗ് നടത്തുന്ന ബ്രോക്കർ ആയിരുന്നത് ജിയോജിത്താണ്. കേരളത്തിലെ കൊച്ചി എന്നുള്ള ഒരു നഗരത്തിൽ നിന്ന് വന്ന ഒരു ബ്രോക്കറാണ് ആദ്യമായി ഇലക്ട്രോണിക് ട്രേഡിംഗ് ഇന്ത്യയിൽ ലോഞ്ച് എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ അത്ഭുതമായിട്ടൊരു കാര്യമായിരിക്കും അല്ലേ. പക്ഷേ അതിനുശേഷമാണ് മറ്റു വലിയ ബ്രോക്കേഴ്സ് എല്ലാം ഈ ഇലക്ട്രോണിക് ട്രേഡിങ്ങിലേക്ക് വരുന്നതൊക്കെ. അപ്പോൾ അന്ന് ആ ഡിമാറ്റ് ഫോമിലേക്ക് എല്ലാവരുടെയും ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ് ആണ് എല്ലാവരുടെയും വീട്ടിൽ ഇരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഡിമാറ്റ് ഫോമിലേക്ക് മാറ്റി എല്ലാവരും NSDL അല്ലെങ്കിൽ CDSL പോലെ ഡെപ്പോസിറ്ററിയിലേക്ക് മാറ്റണം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു 90% ആൾക്കാർ പോലും വിചാരിച്ചിരുന്നത് ഇതൊരിക്കലും സക്സസ് ആവില്ല എന്നുള്ളതാണ്. കാരണം എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക നമ്മുടെ കയ്യിൽ ഇത്ര ഷെയർസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഡിമാറ്റ് ഫോമിലാക്കിയിട്ട് ഒരു ഓർഗനൈസേഷൻ അത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അന്ന് എന്നുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ ഇയേഴ്സ് എല്ലാവരും ഡിമാറ്റ് ചെയ്യുകയും അത് വളരെ ഹ്യൂജ് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ വേൾഡിൽ തന്നെ അത് നടക്കാത്തൊരു കാര്യം, അത്രയും ഫാസ്റ്റായിട്ട് നടക്കാത്തൊരു കാര്യം ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നു. അതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിന് ഇന്നത്തെ ഒരു വലിയൊരു സക്സസ്ഫുള്ളിലേക്ക് ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ മാർക്കറ്റിൽ ഇതുപോലെയുള്ള കുറേയധികം സ്ക്രാഷുകൾ ഉണ്ടായിട്ടുള്ളത് ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. ഹർഷത് മേത്തയുടെ സ്കാം ഉണ്ടാകുന്നത് 1992-ലാണ്. അതിനുശേഷം നിഫ്റ്റി നമുക്ക് കാണാം 40-50% ക്രാഷ് ചെയ്യുകയുണ്ടായില്ല. അതിനുശേഷം ഏഷ്യൻ ഫിനാൻഷ്യൽ ക്രൈസിസ് 97-98 അത് റഫ്ലി 30% മാർക്കറ്റ് തകർന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നുണ്ടെങ്കിൽ .com ബബിൾ ഉണ്ടാകുന്നത് 2000-2001 പീരീഡിലാണ്. അന്ന് നിഫ്റ്റി ഒരു 25% ക്രാഷ് ചെയ്തു. ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായത് സബ് പ്രൈം ക്രൈസിസ് ഉണ്ടായത് 2008-ലാണ്. അന്ന് നിഫ്റ്റി ഒരു 60% ക്രാഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം കോവിഡ് 2020 പീരീഡിലുണ്ടായ കോവിഡിൻ്റെ ക്രാഷിൽ 38% മാർക്കറ്റ് ക്രാഷ് ചെയ്യുകയുണ്ടായി. പക്ഷേ അവിടെ നിന്ന് നമ്മൾ കണ്ടു നിഫ്റ്റി മോർ ദാൻ 140% റാലി ചെയ്ത് ഇപ്പോഴത്തെ 26,000-ലേക്കൊക്കെ വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ കഴിഞ്ഞ ഇത്രയും 40 ഇയേഴ്സിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്കറിയാം, ഒരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ 2 ഡേയ്സ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. അതുപോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിറ്റ് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ എമൗണ്ട് വിത്തിൻ 2 ഡേയ്സ് നമ്മുടെ T+2 എന്ന് പറയും, ട്രേഡ് ചെയ്ത 2 ഡേയ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന ഒരു സിസ്റ്റത്തിലേക്കൊക്കെ നമ്മൾ വന്നിട്ടുള്ളതല്ല. അപ്പോൾ ഈ ഒരു സ്റ്റോറി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇന്ന് വളരെ എളുപ്പമാണ്, പക്ഷെ ആ എളുപ്പമാണ് എന്നുള്ളതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് കൂടിയാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മളിതിൻ്റെ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പ്രോഫിറ്റ് ആകാവുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് കൂടെ കാണിച്ചില്ലെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് മൂലം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബെനിഫിറ്റ് ഒരു പക്ഷേ എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ ആ അഡ്വാൻറ്റേജസ് എടുക്കുകയും അതേസമയം ഡിസഡ്വാൻറ്റേജസിലേക്ക് ചെന്ന് ചാടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അതുപോലെ തന്നെ രാകേഷ് ജുൻജുൻവാല എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ടൈറ്റാൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ നമുക്ക് ടാറ്റ പ്രൊമോട്ട് ചെയ്തൊരു കമ്പനിയാണ്. ജ്വല്ലേഴ്സാണ് ഒരു ബേസിക്കലി. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അവർ കുറേ വാച്ചസിലേക്കും അതുപോലെ സ്പെക്ടാക്കിൾസിലേക്കൊക്കെ അവർ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഈ സ്റ്റോക്ക് അദ്ദേഹം വാങ്ങുന്ന ഒരു പീരീഡ് പല ലെവലിൽ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള പ്രൈസ് പറയുകയാണെങ്കിൽ ഒരു 30-35 റുപ്പീസ് ലെവലിലാണ് ഈ സ്റ്റോക്ക് അദ്ദേഹം വാങ്ങുന്നത്. അദ്ദേഹം അക്യുമുലേറ്റ് ചെയ്ത് 5.1% ആ കമ്പനിയുടെ അദ്ദേഹം ആ സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം നമുക്കറിയാം ഇന്നത്തെ ഈ സ്റ്റോക്കിൻ്റെ വില നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ
അദ്ദേഹം 2 വർഷം മുമ്പ് മരിച്ചു പോയെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ രേഖ ജുൻജുൻവാല ഇപ്പോഴും ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ ഓൾമോസ്റ്റ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരു 35 ക്രോർസ് ആണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ വില 20,000 ക്രോറിലേക്ക് എത്തി എന്നുള്ളൊരു ന്യൂസ് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ഓൺലൈൻ മീഡിയയിലൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് കാണാം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ടൈറ്റാൻ എന്നുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അത് അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈം മുഴുവൻ ഹോൾഡ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത തലമുറയ്ക്ക് അദ്ദേഹം ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അത് മാനേജ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ 2 ആൺകുട്ടികളുണ്ട്. അവർ വളരെ പ്രായം കുറവാണ്. അപ്പോൾ അവർ അടുത്ത ജനറേഷനായിട്ട് അവർ വരുമ്പോൾ അവർക്ക് ഈ ടൈറ്റാൻ എന്നുള്ള കമ്പനിയുടെ സ്റ്റോക്കുകൾ നിയർലി 5% സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല കമ്പനികളിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ വർഷവും ഡിവിഡൻഡ് ലഭിക്കുന്നതിന് പുറമെ ഇതുപോലെയുള്ള ക്യാപിറ്റൽ ഗെയിനും അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഈ സ്റ്റോക്ക് ഒരു 2002 പീരീഡിൽ 3 rupees വരെയൊക്കെയാണ് ഇപ്പോഴത്തെ അഡ്ജസ്റ്റഡ് പ്രൈസാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ചാർട്ടിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ മാർക്കറ്റ് ക്യാപ്പ് 24 ക്രോർസോളാണ് അദ്ദേഹം ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യുന്ന പീരീഡിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 20,000 ക്രോർസിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ വന്നിരിക്കുന്നത് 4,200 ലെവലിലാണ് ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പഴയൊരു സ്റ്റോറി കുറേയധികം വർഷങ്ങൾ മുമ്പ് അദ്ദേഹം 2000-ന് ശേഷം നടത്തിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റി പറയുകയാണ് എന്നുള്ളൊരു കാര്യം. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ സ്റ്റോറിയുടെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ വേറൊരു അവസരം വന്നപ്പോൾ ഞാൻ ഇത് ബേസിക്കലി ഇന്ത്യയിൽ ജ്വല്ലറി ഒരു ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് വരികയായിരുന്നു. നമുക്കറിയാം 916 ഓൾമോസ്റ്റ് കമ്പൽസറി ആയിട്ട് വരുന്ന ഒരു സമയത്തൊക്കെ അതുകൊണ്ട് തന്നെ ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് കൂടുതൽ ബിസിനസ് പോവുകയാണെന്നുള്ളതും അടുത്ത ഒരു പാൻ ഇന്ത്യ ബിസിനസ് ഓപ്പറേഷനുള്ള ഒരു പുതിയ കമ്പനി വന്നപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് എന്നുള്ള കമ്പനിയെ നമ്മളന്ന് അതിൻ്റെ IPOക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ടൊരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ തന്നെ റിലീസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ സ്റ്റോക്ക് ഒരു 85 ലെവലിൽ IPO നടത്തിയതിന് ശേഷം 60ക്ക് താഴെയൊക്കെ ട്രേഡ് ചെയ്തിരുന്നു കുറേ സമയം. പക്ഷേ പിന്നീട് ആ സ്റ്റോക്ക് വലിയ രീതിയിൽ 600 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ ഞാൻ പേഴ്സണലിയും നമ്മുടെ ക്ലയൻസും വ്യൂവേഴ്സും ഒക്കെ കുറേയധികം വെൽത്ത് ബിൽഡ് ചെയ്തൊരു സ്റ്റോക്കാണല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റോറീസ് വീണ്ടും നമ്മുടെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റും, അതിൽ റിപ്പീറ്റ് ചെയ്യും. അത് യങ്സ്റ്റേഴ്സായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഈ പഴയ എക്സാമ്പിൾസ് തന്നെ വീണ്ടും പല രീതിയിലും റിപ്പീറ്റ് ചെയ്യും. അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇൻ്റലിജൻസ് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു എക്സാമ്പിളൂടെ ഞാൻ ഇപ്പോൾ കാണുന്നത് കല്യാണിൻ്റെ ചാർട്ടാണ്. നമുക്കറിയാം ഈ സ്റ്റോക്ക് വലിയൊരു റാലിക്ക് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 506 ലെവലിലേക്ക് ആണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു റിവേഴ്സൽ ട്രെൻഡിലാണ് ഈ സ്റ്റോക്ക്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ നല്ല റിസൾട്ടാണ് ഈ കമ്പനി മോർ ദാൻ 42%ഒക്കെ റവന്യൂ ഗ്രോത്ത് ഒക്കെ കമ്പനി ഡിക്ലെയർ ചെയ്തുകൊണ്ടൊരു ഒരു അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ളൊരു റിവേഴ്സൽ ട്രെൻഡിലാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ സ്റ്റോക്ക് ഒരു 642 ലെവലിലേക്കൊക്കെ ഒരു മൂവ്മെൻറ്റാണ് നമ്മളൊരു ടെക്നിക്കലി ഒരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു തങ്കമയിൽ ജ്വല്ലറി എന്നുള്ളൊരു കമ്പനി, ബേസിക്കലി കമ്പനി അത്ര വലിയൊരു ജ്വല്ലറി ഒന്നും അല്ല, തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി ഗ്രൂപ്പാണ്. ഈ സ്റ്റോക്കിന് ഞാൻ ഒരു 60 rupeesൽ ട്രേഡ് ചെയ്യുമ്പോൾ 2011 ലെവൽ മുതൽ വാച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ സ്റ്റോക്ക് 3000 ലെവലിലാണ് നമ്മൾ ഇതിനു മുമ്പിൽ ഡിസ്കസ് ചെയ്തെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഈ തങ്കമയിൽ ജ്വല്ലറി 4000 ലെവലിലേക്ക് മൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞ് വന്ന ഒരു പോയിൻ്റ് എന്നുള്ളത് ഇപ്പോൾ ഒരു ജ്വല്ലറി സെഗ്മെൻറ്റിലൊക്കെ ബേസിക്കലി നമുക്കറിയാം നല്ലൊരു പ്രൊമോട്ടറും ഒരു ഇൻറ്റഗ്രിറ്റിയോട് കൂടിയുള്ളൊരു പ്രൊമോട്ടറും നല്ലൊരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതും പ്രത്യേകിച്ചും ഒരു സെക്ടർ നമുക്കറിയാം ഇന്ത്യയിൽ ഈ ജ്വല്ലറി സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു രീതിയിൽ നടന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം 916 ഒക്കെ കമ്പൽസറി ആയതോടുകൂടി ഒരു ഓർഗനൈസ്ഡ് രീതിയിലേക്ക് വരികയും പലരും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ജ്വല്ലറികളിൽ നിന്ന് കുറേ കൂടി വിശ്വാസത്തോടുകൂടി വാങ്ങാനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ബിസിനസ്സിൽ ഗ്രോത്ത് വരാൻ തുടങ്ങിയപ്പോൾ അതുപോലെ തന്നെ GST ഇംപ്ലിമെൻറ്റേഷനൊക്കെ കുറേയധികം
ഓർഗനൈസ് സെക്ടറിലേക്ക് ബിസിനസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള ഒരു സെക്ടറിൽ ഇതുപോലെയുള്ള കമ്പനികളിൽ വലിയ ഗ്രോത്ത് വന്നിട്ടുള്ളത്. ഇതുപോലെയുള്ള അവസരങ്ങൾ നമുക്ക് പലപ്പോഴും ഇനിയും പല സെക്ടറുകളിൽ കിട്ടും, പല കമ്പനികളിൽ കിട്ടും. പക്ഷെ നമ്മൾ കാതോർത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. ഒരു 10-25 കോടി ഇൻവെസ്റ്റ് ചെയ്ത് 20,000 കോടിയിലേക്ക് എത്തിയൊരു സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. നമുക്കതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനനുസരിച്ചുള്ള റിട്ടേൺ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കും ഇതുപോലെയുള്ള ഐഡിയകളെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളാണ് ഇനിയും നമ്മൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞൊരു കാര്യത്തിൽ നമുക്കറിയാം സെൻസെക്സിൻ്റെ 1986 മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 10,000 to 15,000 crores ലെവലിലായിരുന്നു 19,000 പീരീഡ്. അതായത് ഒരു 15,000 കോടിയിൽ താഴെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 2026 സെൻസെക്സ് അല്ലെ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ 470 lakh crores ആണ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ കമ്പനികളുടെ ഇത്രയധികം കമ്പനികൾ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 470 lakh crores വന്നിട്ടുണ്ട്. അതായത് ഈ കമ്പനികളുടെ ഒരു CAGR കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഒരു 13 to 14% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് ആണ് നമ്മൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നോക്കൂ, സെൻസെക്സിൻ്റെ ആ ചാർട്ട് നമ്മൾ നേരത്തെ നമ്മൾ കണ്ട അതേ ചാർട്ട് തന്നെയാണ് ഇത്. 500 നിന്നും 86,000 ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ നമ്മളൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഇനി അടുത്ത 40 ഇയേഴ്സിൽ ഇതാണ് സംഭവിച്ചത്. ഇനി അടുത്ത 40 ഇയേഴ്സ് എന്താണ് നമ്മൾ സെൻസെക്സ് എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു 13% CAGR വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആ ഫോർമുല അടക്കമാണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. കാരണം പലർക്കും ഇത് വിശ്വസിക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ 500 ലെവലിലാണ് ഞാൻ സെൻസെക്സിന് ആദ്യം കാണുന്നത്. അന്ന് 86,000 സെൻസെക്സ് പോകും എന്ന് എൻ്റെ അടുത്ത് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. കാരണം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു ഫിഗറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയുന്ന ഈ ഫിഗേഴ്സും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഈവൻ പകുതി പോലും സെൻസെക്സ് എത്തിയാൽ പോലും ഹ്യൂജ് വെൽത്തായിരിക്കും ഇനി മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാനുള്ളത് അടുത്ത 40 ഇയേഴ്സ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ യങ് ജനറേഷൻ ഈ ഒരു ഫിഗേഴ്സ് മനസ്സിൽ വയ്ക്കുക. ഇതിൻ്റെ പകുതി എത്തിയാൽ പോലും മാർക്കറ്റിൽ വലിയ വെൽത്തായിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ആഫ്റ്റർ 10 ഇയേഴ്സ് സെൻസെക്സ് ഈ 13% CAGR ഗ്രോത്ത് വരികയാണെങ്കിൽ 2,70,000 ആഫ്റ്റർ 20 ഇയേഴ്സ് 8,70,000 ആഫ്റ്റർ 30 ഇയേഴ്സ് 28 lakhs ആഫ്റ്റർ 40 ഇയേഴ്സ് 82,60,000 ആയിരിക്കും പോവുക എന്നുള്ളതാണ് ഈ 13% CAGR നമുക്ക് ഇതുപോലത്തെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് 2026 ഉള്ള സെൻസെക്സിൻ്റെ ഒരു പ്രൊജക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇത്രയൊന്നും എത്തിയില്ലെങ്കിലും ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ആർഗ്യുമെൻ്റാണ് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. അത് 2026 നമ്മളിൽ എത്ര പേരുണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ യങ്ങർ ജനറേഷനിലുള്ളവർക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. ആ കോമ്പൗണ്ടിങ്ങിലൂടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത കുറേയധികം പേര് ഞാൻ കഴിഞ്ഞ 40 വർഷത്തെ ആ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത 40 വർഷത്തിലും ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതിൽ ഒരുപക്ഷെ കുറേ കൂടി സ്പീഡ് കൂടാം, അല്ലെങ്കിൽ കുറേ കൂടി സ്പീഡ് കുറയാം. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ മൈൻഡിൽ കീപ്പ് ചെയ്യുമ്പോൾ ഇത് പ്രാക്ടിക്കലി നടക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളതും കൂടെ നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. അതുപോലെ നമ്മളിപ്പോഴത്തെ ഒരു മാർക്കറ്റ് മൂഡിൽ എനിക്കറിയാം എല്ലാവരും കുറേയധികം, എസ്പെഷ്യലി നമുക്കറിയാം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലാണ്. അവർ വളരെ ഒരു പാനിക് സിറ്റുവേഷനിലാണ് പലരും എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരൊക്കെ വളരെ ഒരു പാനിക് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഈ മാർക്കറ്റ് മൂഡിൻ്റെ ഒരു ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ ഒരു എക്സ്ട്രീം ഫിയർ സിറ്റുവേഷനിലാണ്. ഈ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് MMI 29.26 ഇപ്പോഴത്തെ ട്രേഡ് ചെയ്യുന്നത്. അതായത് ബിലോ 30 ഈ MMI ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ഫിയർ സിറ്റുവേഷനാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് പറഞ്ഞാൽ 30 താഴെയാണെങ്കിൽ ഈ ലെവലിലാണ് കൂടുതൽ സ്റ്റോക്കുകൾ വാങ്ങേണ്ട ഒരു സിറ്റുവേഷനാണ്. അതിനാണ് ഈ മാർക്കറ്റിൻ്റെ ഒരു കോൺട്രറിയൻ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്ന എല്ലാവരും ചെയ്യാറുള്ളത്. നല്ല സ്റ്റോക്കുകൾ
ഹോൾഡ് ചെയ്യുന്നവർ അതിലേക്ക് കൂടുതൽ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിക്കേണ്ടതാണ്. ബേസിക്കലി ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് 50% കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ ഡബിൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പിന്നീട് നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പ്രോഫിറ്റ് നേടിയ കുറേ അധികം അനുഭവം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഈ സ്റ്റോക്കുകൾ ഇപ്ക ലബോറട്ടറീസ് 12% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ നെറ്റ്വെബ് ടെക്നോളജീസ് 9% ഉയർന്നും, എംകൂർ ഫാർമ 7% ഉയർന്നും, സോളാർ ഇൻഡസ്ട്രീസ് 6% ഉയർന്നും, ടാറ്റ എലക്സി 6% ഉയർന്നും, ക്രിസിൽ 6% ഉയർന്നും, നാഷണൽ അലുമിനിയം 5% ഉയർന്നും, നിവാബൂപ്പ 5% ഉയർന്നും, സിയൻറ്റ് 4% ഉയർന്നും, ശോഭ 4% ഉയർന്നും, ഇന്ത്യ സിമൻസ് 4% ഉയർന്നും, ഭാരത് ഇലക്ട്രോണിക്സ് 3% ഉയർന്നും, ടൈറ്റാൻ കമ്പനി 3% ഉയർന്നും, ആൽകെം ലബോറട്ടറീസ് 3% ഉയർന്നും, ലുബിൻ 3% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ളതായതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 8,807.9 ക്രോസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15,699.8 ക്രോസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയിലെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 2 ജാനുവരിയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 26,328 5th ജാനുവരി 78 പോയിൻറ്റ്സ് താഴ്ന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 6th ജാനുവരിയിൽ 71 പോയിൻറ്റ്സോടെ താഴ്ന്നും, 7th 37 പോയിൻറ്റ്സ് താഴ്ന്നും, 8th 263 പോയിൻറ്റ്സ് താഴ്ന്നും, 9th ജാനുവരി 193 പോയിൻറ്റ്സോടെ താഴ്ന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാം ജനുവരി മന്തിൽ 446 പോയിൻറ്റിൽ ലോസോടുകൂടിയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ 200 DMA 25,051 100 DMA 25,541 50 DMA 25,963 20 DMA 26,034 വരുന്നത്. അതുപോലെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നത് 25,893 ആണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 26,163, 26,405, 26,643, 26,913 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 25,893 താഴെ സപ്പോർട്ടുകളായിരിക്കുക 25,773, 25,662, 25,141, 24,585, അതുപോലെ 23,979 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മളൊരു വീക്കിലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 26,643, ലോവർ റേഞ്ച് 24,858 ആയിരിക്കും. പിവറ്റ് ആയിട്ട് നിൽക്കുക 25,893 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ എന്നത് സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് അശോക് ലൈലൻഡ് ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ 187 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിലും മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അശോക് ലൈലൻഡിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 205 ആയിരിക്കും. അതുപോലെ നമ്മുടെ ഇന്നത്തെ AAA ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ഓയിൽ ഇന്ത്യ ആണ്. ഈ സ്റ്റോക്ക് 420 കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 420 മുകളിൽ നമുക്ക് അടുത്ത ഒരു റെസിസ്റ്റൻസ് 462 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ AAA ടെക്നിക്കൽ പിക്ക് ഓയിൽ ഇന്ത്യ ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഗ്രാഫൈറ്റ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്, അതുപോലെ HEG എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.